ഹായ്, വെൽക്കം ടു അഗ്നിവ ഫാമിലി. നമുക്കിന്നൊരു പ്രത്യേക രീതിയിൽ ഗീ ഉണ്ടാക്കാം. നമ്മുടെ നാടൻ നെയ്യ്. ഇത് പാല് മേടിക്കുമ്പോൾ അന്ന് കിട്ടുന്ന പാട അരിച്ച് വയ്ക്കുന്നത്. നമ്മൾ തലേക്കുന്ന ദിവസം പാല് മേടിച്ച് അത് കാച്ചിയിട്ട് തണുക്കുമ്പോൾ ഫ്രിഡ്ജ് വയ്ക്കും. അങ്ങനെ കിട്ടുന്ന പാടയാണ്. അപ്പോൾ പിറ്റേ ദിവസം നല്ല രീതിയിൽ പാട ഇറങ്ങും. ആ പാട എടുത്ത് ഞാൻ ശേഖരിച്ച് വെച്ചതാണ്. ഇത്രത്തോളം പാട ഉണ്ടായിരുന്നത് ഒരു 2-2.5 മാസത്തെ പാലിൽ നിന്ന് കിട്ടിയ പാടയാണ് കേട്ടോ. നമുക്ക് 2 രീതിയിൽ നെയ്യ് ഉണ്ടാക്കാം. ഒന്ന് ഇതുപോലെ കാച്ചി ഉണ്ടാക്കാം. ആ പാട തന്നെ എടുത്ത് നമുക്ക് കാച്ചി ഉണ്ടാക്കാം. അതായത് ഉണ്ടോ അതിൻ്റെ സൈഡിലൊക്കെ നെയ്യുടെ ഒരു അംശം നിൽക്കുന്നത്. നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിത് ബട്ടർ ആക്കിയിട്ട് ഉണ്ടാക്കാം. അതായത് നമ്മുടെ ഈ പാൽപ്പാട എടുത്ത് കുറച്ച് മിക്സിയിലിട്ട് അതിൻ്റെ കൂടെ ഐസ് ക്യൂബ്സ് ഇട്ട് നന്നായിട്ട് അടിക്കുമ്പോഴത്തേക്ക് അതിന് വെണ്ണ തിരിഞ്ഞ് വരും. അതാണ് 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ ആ വെണ്ണ ഉരുക്കിയിട്ട് നമുക്ക് നെയ്യ് ഉണ്ടാക്കാം. അല്ലാതെ ഇങ്ങനെ ഡയറക്റ്റായിട്ടും നെയ്യ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ വെണ്ണ ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നില്ല, ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇത് അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിന് നെയ്യ് ഇറങ്ങുന്നുണ്ട്. നന്നായിട്ട് ആ പാൽപ്പാട തിളച്ച് വരുന്നുണ്ട്. പക്ഷേ ഇതിത്തിരി മറ്റേതിനേക്കാളും ടൈം ഒരുപാട് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ ഒരു കാരണവശാലും അതവിടെ വെച്ച് തീ നല്ല രീതിയിൽ കൂട്ടിയിട്ട് പോകരുത്. ഇതുപോലെ തിളച്ച് കളയും. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഞാൻ നെയ്യ് കാച്ചാൻ വെച്ചിട്ട് എവിടെയോ പോയി, എന്തോ സൗണ്ട് കേട്ടിട്ട് പോയി. അങ്ങനെ കുറേ തിളച്ച് കളഞ്ഞു. അതിന് ശേഷമുള്ളതാണിത്. കണ്ടോ നെയ്യ് അത് നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ഒരു മണിക്കൂറൊക്കെ എടുക്കും. ഈ പരുവമാവുമ്പോൾ മാത്രം നമ്മൾ ഇടതടവില്ലാതെ ഇളക്കി കൊടുക്കണം. കണ്ടോ, നെയ്യ് നന്നായിട്ട് തിളയും. അതുവരെ നമ്മൾ ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അടിയിലൊന്നും പിടിക്കാതെ തിളച്ച് നെയ്യ് പൊങ്ങി വരും. പക്ഷേ ഈ സമയമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ നല്ല രീതിയിൽ ഇളക്കി ആ പാലിൻ്റെ അംശമെല്ലാം വറ്റി, അതിൽ പാലിൻ്റെ ഒരു ഈർപ്പം കാണുമല്ലോ, അതെല്ലാം വറ്റി അതൊന്ന് മൊരിയും. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ കണ്ടോ ലാസ്റ്റ് സ്റ്റേജാണ്. നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നെയ്യ് ആദ്യമേ ഒഴിച്ച് മാറ്റി ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീണ്ടും ബാക്കി ഉണ്ടാകുന്ന ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഒഴിച്ചതിന് ശേഷം ഞാനതൊരു തുണിയിൽ ബാക്കിയുള്ളതെല്ലാം കൂടെ ഒരു തുണിയിൽ കെട്ടി വയ്ക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇറങ്ങുക. അവിടെ തുണി കെട്ടി വെച്ചേക്കണം. ആ നെയ്യിൻ്റെ കരിഞ്ഞ് നമ്മൾ മൂത്ത് വന്നില്ലേ, അതാണ്. അതിൽ നിന്ന് നെയ്യ് ഇറങ്ങും കേട്ടോ. ഇതിപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ പാൽപ്പാടയിൽ 2 ടിന്ന് നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ തന്നെ ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കാവുന്നതാണ്. ജസ്റ്റ് ട്രൈ ഇറ്റ്. താങ്ക് യു.